ലോകരക്ഷിതാവായ യേശുവിന് ഭീതി ഒരുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് യോഹന്നാൻ സ്നാപകനെയാണ്. വൃദ്ധരായ സക്കറിയ പുരോഹിതന്റെയും എലിശബത്തിന്റെയും ഇരുളടഞ്ഞ ജീവിതത്തിന് വസന്തം പകർന്ന യോഹന്നാൻ സ്നാപകൻ. എന്തെന്നാൽ അന്നത്തെ സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു താപസ ശ്രേഷ്ഠനായി ജീവിച്ച യോഹന്നാന്റെ വാക്കുകൾ ഏറ്റവും മൂർച്ചയേറിയതും തീവ്രതയുമുള്ളതായിരുന്നു. പാപമോചനത്തിനെ കുറിച്ച് നഗ്നസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ യോഹന്നാൻ നീതിയുടെയും സഹനത്തിൻ്റെയും ഒരാൾ രൂപമായിരുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പേ അണിയറയിലേക്ക് പിന്മാറുന്ന ദൈവകൃപയാണ് യോഹന്നാൻ. ജനനം മുതൽ മരണം വരെ കർത്താവിൻ്റെ കരങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിലായിരിക്കണം നമ്മൾ. സാമൂഹിക പരിവർത്തനായി നഗ്നസത്യങ്ങൾ വിളിച്ചു പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയം കൊണ്ട് നമ്മളിൽ പലവരും അത് മറച്ചു വെക്കുന്നു. ആരെയും ഭയക്കാതെ സത്യത്തിൻ്റെ മാർഗം തുറന്നു കൊടുക്കുന്നവർക്ക് യോഹന്നാൻ ഒരു ഉത്തമ ഉദാഹരണമാണ്. കർത്താവിൻ്റെ കരങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. രാജാക്കന്മാർക്ക് വഴികാട്ടിയ നക്ഷത്രം ചെന്നെത്തിയത് ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. ഈ ക്രിസ്മസിൽ ക്രിസ്തുവിൻ്റെ അടിയിലേക്ക് നടന്നവനായ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു നക്ഷത്രമായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. അതിന് യോഹന്നാൻ്റെ ജീവിതം പ്രേരണയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.